ജീവിതത്തിലെ പല പ്രതിസന്ധികളും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഇന്നസെന്റ് ഒരു പ്രതീകം കൂടിയാണ്. ഇന്നസെന്റിന്റെ സിനിമാ പ്രവേശം സംബന്ധിച്ച വിശേഷങ്ങൾ തന്നെയാണ് ഈ ലക്കവും നക്ഷത്രപ്പിറവിയിൽ. എനിക്ക് വിശക്കടൂ, 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. ഇപ്പൊ കാലായി കച്ചവടായി. നന്നാവട്ടെ നന്നാവട്ടെ. നിന്റെ അമ്മച്ചി പോയപ്പോ എനിക്ക് ജീവിക്കാൻ നീ ഉണ്ടായി. അപ്പനങ്ങ് ചത്തുപോയാ നീ ആർക്കു വേണ്ടി ജീവിക്കടാ? അറുമുഖൻ ഒരു മൂർഖനാ. ഞാൻ പലതവണ പറഞ്ഞു നോക്കി രാജിയാവാൻ, അവൻ വഴങ്ങില്ല. എന്തൊക്കെ പറഞ്ഞാലും പെണ്ണുങ്ങള് വേദനിച്ച് പുളഞ്ഞ് നിലവിളിക്കുന്നത് കാണാൻ ഒരു ഹര. മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല. അന്ന് മോഹൻ പറഞ്ഞിട്ട് പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന്. അതിനുശേഷം ഇങ്ങനെ സജീവമാകുന്നത് എങ്ങനെയാണ്? അതിനുശേഷം ഒരു സിനിമയ്ക്ക് മോഹൻ എന്നെ വിളിച്ചു. ആ സിനിമ ഇവിടെ മൈസൂർ വെച്ചിട്ടായിരുന്നു. അക്കൽദാമ എന്നാ, എനിക്ക് പേര് മുഴുവൻ അറിയില്ല. അപ്പം ഞാൻ ദാവൺഗിരിയിൽ തീപ്പെട്ടി കമ്പനി നടത്തുക. അപ്പോൾ ദാവൺഗിരിയിൽ തീപ്പെട്ടി കമ്പനി നടത്തിയിട്ട് എൻ്റെ ഭാഷയല്ലാത്ത കന്നഡത്തിലുള്ള ഭാഷ അവിടെയുള്ള കുട്ടികളോട് പറയുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്തൊക്കെ മനസ്സിൻ്റെ അകത്ത് ഭയങ്കര ദുഃഖമാണ്. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സിനിമയായിരുന്നു. മലയാള സിനിമയിൽ അഭിനയിക്കുക, അങ്ങനെ മിടുക്കനാവുക, നടനാവുക ഒക്കെ പോയി. ഞാൻ അവസാനം കർണാടകത്തിൽ ഒരു വില്ലേജിൽ, ശാബന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു തീപ്പെട്ടി കമ്പനിയായിട്ട് അവിടുത്തെ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ തീപ്പെട്ടിയോട് കൂടി തന്നെ നമ്മുടെ ജീവിതം അവസാനിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ അവിടെ അന്ന് മലയാളി അസോസിയേഷൻ ഉണ്ട്. അപ്പോഴും അതിൻ്റെ നാടകത്തിൽ ഞാൻ അഭിനയിക്കും. മനസ്സിലെ ആഗ്രഹമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ മോഹൻ എന്നെ വിളിക്കുക, നീ ഒന്ന് വാ, ചിലപ്പോൾ ഇതിനകത്ത് റോൾ ഉണ്ടാവും, ഞാൻ നോക്കട്ടെ. എനിക്ക് വരാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ്. എന്നാലും ഞാൻ ഓടി ഞാൻ മൈസൂർ വന്നു. പക്ഷെ ആ സമയത്ത് ആ സീൻ എടുത്തില്ല. പിന്നീട് സാറിന്റെ മോഹൻലാൽ സിനിമ പക്ഷേ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഇത് ഇങ്ങേരെ മാതിരിയുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് പരിചയമുണ്ട്. ജാതിയും പേരും ഒക്കെ വേറെ. മദ്രാസിൽ കുറേ കെട്ടിടങ്ങളിലെ വാടക പിരിക്കാനുണ്ട്. വാടക പിടിക്കാൻ വരും. വുഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ റൂം എടുക്കും. ഒരാഴ്ച ആഘോഷിക്കും. കുറേ ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തും. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവും. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഈ ക്യാരക്ടറും ആണ് കുറേ ഈ സംഭവം. അങ്ങനെ ഷൂഡായിട്ടുള്ളൊരു ബിസിനസ്മാനാണ്. ഇത് ഷൂഡായിട്ടുള്ളൊരു ബിസിനസ്മാനാണ്. അങ്ങനെ രൂപം കൊണ്ടുവന്നാണ് ഇന്നസെൻ്റ്. വിസ്മയിപ്പിച്ചിട്ടുള്ള ഇന്നസെൻ്റ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രിയൻ്റെ പല പടങ്ങളിലും ഒന്നാന്തരം ക്യാരക്ടേഴ്സ് ഇതുണ്ട്. ശശിയുടെ രഞ്ജിത്തിൻ്റെ പടങ്ങളിൽ, മറ്റേ ദേവാസുരം, ആ സീരീസിൽ മോഹനും ഇഷ്ടം ഉണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഇരിഞ്ഞാലക്കുടയിൽ അങ്ങനെയുള്ള വാര്യർമാരുണ്ട്. ഓരോ ചില വലിയ വീടുകളിൽ ഇതുപോലുള്ള ആൾക്കാരുണ്ട്. ഈ ദേവാസുരത്തിലെ വാര്യർ പോലുള്ള. അപ്പം അത് മോഹൻ്റെ മനസ്സിൽ ആ സംഭവമുണ്ട്. മോഹൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പറയും അനുഭവം കൊണ്ടാന്ന് പറയും. പക്ഷെ താങ്കൾ ഈ അനുഭവങ്ങളൊക്കെ ഒരു തമാശക്കാരനാക്കാൻ കാരണം എന്താണ്? അല്ല, ഈ അനുഭവങ്ങൾ കൊണ്ടൊരാൾ അങ്ങനെ ആവേണ്ട കാര്യമില്ല. അത് അവൻ്റെ സ്ഥായിയായിട്ടുള്ള സ്വഭാവമാണ്. അവൻ്റെ അച്ഛൻ, അവൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ഇതൊക്കെ. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കിപ്പോൾ ഒരു പ്രാവശ്യം ക്യാൻസർ വന്നു, രണ്ടാമതും എനിക്ക് ക്യാൻസർ വന്നു. ഈ അസുഖമൊക്കെ വന്നപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ, ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇതിൻ്റെ ഭീകരത പറയാറില്ല. ഞാൻ പലപ്പോഴും മറ്റേ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. ക്യാൻസർ വന്നു കഴിഞ്ഞിട്ട് നമ്മളെ കാണാൻ വരുന്ന ആൾക്കാർ, ഈ രോഗികളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. വന്നു കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീകളാണെങ്കിലും അവരാണെങ്കിലൊക്കെ, ഇന്നസെൻ്റ് നിങ്ങൾക്ക് ക്യാൻസർ, ആലീസിനും ക്യാൻസർ, ആലീസിന് ഇതിൻ്റെ ഇതുണ്ട്, ഗ്യാസ് കാര്യം, ഇന്നസെൻറ്റിൻ്റെ ഇത് ഉണ്ട്. അങ്ങനെ പറഞ്ഞ് അതെന്താ കാരണം എനിക്കറിയില്ല, അത് മനസ്സിലായിട്ടില്ല. ഇല്ല, അതായത് മനപ്പൊരുത്തം. നിങ്ങളും അവരും തമ്മിലുള്ള ആ മനപ്പൊരുത്തം കാരണം കൊണ്ടാണ് അവർക്ക് ക്യാൻസറായപ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ. ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ വേണ്ടത്? അതിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം.
ഞാൻ പറഞ്ഞു ദൈവത്തിനോട് നന്ദി പറയാൻ എന്നെ കിട്ടില്ല. അതെന്താ കാരണം? വേറൊന്നുമല്ല, നമ്മൾ ദൈവത്തിനോട് പറയണ്ടായി എനിക്ക് ആലീസിന് ക്യാൻസർ കൊടുത്തല്ലോ, നന്നായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിന് ഞാൻ പറയില്ല. അപ്പോൾ ആ സിസ്റ്റർ പറയാണ്, അത് തന്നെയാണ് നീ 8ൽ ഞൊട്ടിയെന്ന്. 8ാം ക്ലാസ്സിൽ അതും ഇതും തമ്മിൽ അവർക്ക് വയസ്സായതാണ്, എന്ത് കാര്യം? അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, എങ്ങനെ നന്നാവുക? ഒന്നുമില്ല, ഈ മൂത്തവർ പറഞ്ഞു കേൾക്കണം, അത് നന്നാവില്ല. ഇനിയിപ്പോൾ നീ എന്നെ പഠിക്കാനോ നിനക്ക് സമയമില്ല, ഇത്രയായില്ലേ പ്രായം. നടന്നു പോയപ്പോൾ ഞാൻ പെട്ടെന്ന് തോന്നി, ആ കന്യാസ്ത്രീ പറഞ്ഞതെന്താ, ഞാൻ വിളിച്ചാലോ, ഒന്ന് വന്നേ. അപ്പോൾ അവർ വന്നു. ഞാൻ പറയാൻ പോവാണ്. എന്തെന്ന്? അല്ല, ഞാൻ ഈ നന്ദി പറയാൻ പോവാണ്. ആരോട്? ദൈവത്തിനോട്. അതെന്താ കാരണം നിനക്ക് അപ്പം അങ്ങനെ തോന്നുന്നത്? അപ്പം അങ്ങനെ തോന്നാനുള്ള കാരണം, എൻ്റെ തൊട്ട വീട്ടിൽ ആട്ടക്കാരൻ കൊച്ചാപ്പേട്ടൻ്റെ മരുമകളുണ്ട്. സുന്ദരിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ എൻ്റെ ഈ ഇവിടെ മുറ്റത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഇടയ്ക്ക് അവരൊന്ന് നോക്കും, ഒരു ചിരി അവരെനിക്ക് തരും, അതൊരു സന്തോഷം. മനസ്സിലായിട്ടുണ്ട്? അപ്പോൾ അവർക്കെങ്ങാനാണ് ഈ അസുഖം ക്യാൻസർ വന്നെങ്കിൽ നിങ്ങൾ പറയില്ലേ ഞാനും അവരും തമ്മിലുള്ള മനപ്പൊരുത്തം കൊണ്ടാണെന്ന്? അതോടുകൂടി ഞങ്ങളുടെ കുടുംബം ആകെ വെള്ളത്തിലാവില്ലേ? ഈ ആട്ടും തുപ്പും ചവിട്ടും കൊണ്ടുപോയിട്ട് ഉള്ള അനുഭവം പോലും വളരെ ഹ്യൂമറിസ്റ്റിക്കായിട്ട് വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ക്യാരക്ടർ ഇന്നസെൻ്റ് ചെറുപ്പത്തിലേ ഉണ്ട്. ഇന്നസെൻ്റ് വളരെ ദുഃഖിതനായിട്ട് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒന്നിനൊന്ന് എല്ലാം കൂടി വന്നിട്ടും ഇന്നസെൻറ്റിനെ തളർത്താൻ പറ്റിയില്ല എന്നുള്ള കാര്യം വലിയൊരു സംഭവം. ഞാൻ ഇന്നലെ വളരെ ഒരാൾ പറയുന്നു, എനിക്ക് ഒരു കിഡ്നി ഓപ്പറേഷൻ ഇത്ര രൂപ ചിലവായി. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണെന്നുള്ള കാര്യം അറിയാവുന്ന ആൾ പറയുകയാണ്, ഇന്നസെൻ്റ് സാറും കൂടി റെക്കമെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ആ കിഡ്നി ഓപ്പറേഷൻ നടത്താൻ സാധിച്ചതെന്ന്. അപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ഇപ്പോൾ ഞാൻ അവനെ സഹായിച്ചു കേട്ടോ മോനാ എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ട് പോലുമില്ല. ഒരുപാട് സ്ഥാനമാനങ്ങൾക്കൊന്നും അങ്ങനെ മോഹിക്കുന്ന സംഭവം. സിനിമയ്ക്ക് പോലും അതിൻ്റേതായുള്ള പണത്തിന് വേണ്ടി മാത്രം സിനിമ ചെയ്തങ്ങോട്ട് കൂട്ടാന്ന് പറഞ്ഞൊരു പ്രകൃതം ഇന്നസെൻ്റ് അന്നുമില്ല എന്നുമില്ല. ഈ എപ്പോൾ സാറിനെ കണ്ടാലും ഒന്നെങ്കിൽ ഒരു മഞ്ഞ കളർ ജുബ്ബ അല്ലെങ്കിൽ സ്വർണ്ണ കളർ ജുബ്ബ, അതിലേക്ക് എപ്പോഴാണ് മാറിയത്? അതിലേക്ക് കുറേ നാളായി മാറിയിട്ട്. അത് മാറാനുള്ള കാരണം, ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാനൊരു കലാകാരനാണ് എന്നുള്ളത് അറിയണം. ആര്? നാട്ടുകാർ. ഈ എല്ലാത്തിലൊരു തട്ടിപ്പുണ്ട്, ഒരു ജാട എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോൾ ചിലർ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തുക, ചില ആളുകൾ മുടി എന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കുക, ഒരു പ്രത്യേകത. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളൊരു കലാകാരൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ വലിയ ഡാൻസ് മാഷുമാർ, മനസ്സിലായില്ലേ, അതുപോലെയുള്ള പല വേദിയിലുള്ള വലിയ ആർട്ടിൻ്റെ ആൾക്കാർ ജുബയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ യേശുദാസ് ചിലപ്പോൾ ജുബ ഇട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചാൽ ഡ്രസ്സിലും, കാരണം കലാപരമായിട്ട് വലിയ കഴിവുകളൊന്നുമില്ല, എന്നാൽ പിന്നെ ഈ ഡ്രസ്സിങ്ങിൽ ഇങ്ങനൊരു പ്ലാൻ ചെയ്യാം. അപ്പം നെടുമുടി വേണു ജുബ, ഭരതൻ ചിലപ്പോൾ ജുബ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ജുബയിലേക്ക് പതുക്കെ നീങ്ങാം. ജുബ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത്, കഴുത്തിലൊരു മാല ഇങ്ങനെ മണിമാല പോലെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും ഇയാളൊരു കലാകാരൻ തന്നെ കേട്ടോ. മാത്രമല്ല ഇയാളുടെ അപ്പൻ മരിക്കുന്ന സമയത്ത് അതെടുത്ത് കഴുത്തിൽ ഇട്ട് കൊടുത്തതായിരിക്കും എന്നൊക്കെ നമുക്കില്ലാത്ത പല കഥകൾ ആളുകൾ ചിലപ്പോൾ പറഞ്ഞു തന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് സഭയിൽ പോയാലും ഇപ്പോൾ സിനിമാ നടൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സുമൊക്കെ പിടിച്ചു വലിച്ചുകൊണ്ടു നമ്മുടെ മുണ്ടൊക്കെ അഴിച്ചുകൊണ്ട് പോയാലും നമുക്ക് സുഖമായിട്ട് സ്റ്റേജിൽ കൂടെ അങ്ങോട്ടും നമുക്ക് നടക്കാം. മനസ്സിലായില്ലേ? പിന്നെ ഇനി വേറൊരു കാര്യം, ഈ ഒരു ജുബ ഉള്ളൂ, ഇതേ കളറുള്ളത്, ഞാൻ പൊളിഞ്ഞ് പാളീസായി കഴിഞ്ഞാലും ഒരു മുണ്ടും ഒരു ഷർട്ടും മതി. അതേ സമയത്ത് കളറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ വേണ്ടേ? അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പം അന്നങ്ങനെ ചെന്നൈയിലേക്ക് ഒരു രക്ഷ തേടി പോയ, സിനിമയിൽ എങ്ങനെയും കയറി പറ്റുന്ന ആഗ്രഹമായിട്ട് പോയ ഇന്നസെന്റ് ഇന്നിപ്പം മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളെ വരെ പറഞ്ഞ് അനുസരിപ്പിക്കുന്ന ഒരാളാണ് അല്ലെ? അമ്മയിലെത്തിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? അപ്പം എന്തുകൊണ്ടാണ് താങ്കളെ എല്ലാവരും ഇങ്ങനെ അനുസരിക്കുന്നത്? പേടിയാണോ? അല്ല, പലരും നമ്മൾ ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് പോവാതെ തന്നെ ഒരു സ്ഥലത്ത് വലിയൊരു റൗഡി നിന്നിട്ട് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കാമെന്ന് വയ്ക്കുക ടൗണിൽ. ആ നേരത്തെ ആയിരിക്കും ഒരു വയസ്സായിട്ടൊരു 10-75 വയസ്സായിട്ടോ ഒരാൾ വന്നിട്ട്, എടാ കൊച്ചു കൃഷ്ണ ഓയേ
കൃഷ്ണൻകുട്ടി മേനോനാ പറയണേ. അവൻ പോകും. ആ പോകുന്നത് കൃഷ്ണൻകുട്ടി മേനോൻ്റെ ആരോഗ്യം കണ്ടിട്ടോ മറ്റോ അല്ല, ഇയാളോടുള്ള ഇഷ്ടം. അവനെ പല നിലയ്ക്കും അവനെ സഹായിക്കുകയും, പണമല്ല പറയണേ, അവനോടുള്ള ഇഷ്ടം. ആ ഇഷ്ടമാണ് നമ്മൾ ആൾക്കാർ ബഹുമാനിക്കുന്നത്. അമ്മയിലുള്ള ബാക്കിയുള്ള നടന്മാർ, അല്ലാണ്ട് അവരെ പേടിപ്പിച്ചിട്ട് അത് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഞാൻ ഇന്ന് വരെ ഒരാളോടും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അവരെ ഞാൻ ഭരിക്കുന്നു എന്നുള്ളതില്ല. അവർ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഉൾക്കൊള്ളാറുണ്ട്. ഇപ്പം മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും ജയറാമായാലും അവർ പറയുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് കേൾക്കുക, നമ്മൾ പറയാം. അപ്പോൾ ഇന്നസെൻ്റ് നമ്മൾ ഒരിക്കലും മുഷിപ്പിക്കരുത്. അതാണ് സംഭവം. സ്റ്റേജിൽ ഒരു MP, ഒരു മന്ത്രി, ഒരു MLA, പിന്നെ താൻ. ഇവരായിരിക്കും മുന്നിലത്തെ കസേരകളിൽ ഇരിക്കുക. ചേക്കുട്ടിക്ക് ഉപഹാരം കൊടുക്കുന്നത് പ്രാഞ്ചി. എന്താ, അതിന്റെ പടമായിരിക്കും പിറ്റേന്നത്തെ മെയിൻ പത്രങ്ങളുടെ 1-ാം പേജിൽ. തൃശ്ശൂർ എഡിഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മേന്നെ കണകുണാന്ന് പറയരുത്. പിന്നെ മന്ത്രി പ്രഭാകരനാണ് സംഘാടക സമിതി ചെയർമാൻ. പ്രഭാകരൻ പ്രസംഗത്തിൽ ചെറമ്മൽ ഫ്രാൻസിസിനെ കുറിച്ചൊരു 4 വരി പെട്ടക്കും. എന്താ, ഇത്രയും പോരെ? താനേ എനിക്ക് മനസ്സിലായി. ഇവിടെ ഞാനിപ്പോൾ ഈ MP ആയതിനു ശേഷം ഓരോ സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് കുട്ടികൾക്ക് മാർക്ക് A+ കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുക, എന്നെ കൊണ്ടാണ് കൊടുപ്പിക്കുക. അപ്പം എൻ്റെ വൈഫ് പറയും, ആലീസ് പറയും, ഇന്ന് എവിടേക്കാണോ പരിപാടി? ഞാൻ പറയും ഇന്ന സ്കൂളിലേക്ക്. ആ കുട്ടികളുടെ ഗതി പോവില്ലോ എന്നാണ്. കാരണം അവർക്കറിയാം എൻ്റെ പഠിപ്പത്രയുണ്ടെന്ന്. പക്ഷേ നമ്മളാണ് വിളിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ആലോചിക്കും പലപ്പോഴും, ഈ പുസ്തകത്തിൽ ഉള്ളത് മാത്രമാണോ വിദ്യാഭ്യാസം? അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പുറത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കണ്ട തന്നെ മിടുക്കരായിട്ടുള്ള ആൾക്കാർ, റാങ്ക് കിട്ടിയവർ. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവനാണ് നമ്മുടെ ISRO ചെയർമാൻ രാധാകൃഷ്ണൻ, മനസ്സിലായോ? എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ് ഡോക്ടർ ഗംഗാധരൻ. ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല. ഡോക്ടർ ഗംഗാധരൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടർ ബാലേന്ദ്രൻ എൻ്റെ ക്ലാസ്മേറ്റാണ്, അയാൾ ഡോക്ടറാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഡോക്ടർ ഗംഗാധരന് സ്കൂളിലൊക്കെ കാണുന്ന കാലത്ത്, 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും കാണുന്ന കാലത്ത്, ഒരു നീല ട്രൗസറും ഷർട്ടും ഇട്ട് കാണുന്ന ഗംഗാധരൻ്റെ അടുക്കൽ ഞാൻ ചെന്നിങ്ങനെ നിൽക്കേണ്ട വരും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ദൈവം തലയ്ക്ക്, അത് നമ്മുടെ വിധിയാണ്, അത് എഴുതിയിട്ടുണ്ട്, ഇന്നത് പോലെ എന്നുള്ളത്. 5-ാം ക്ലാസ്സിലൊക്കെ 3 കൊല്ലം ഞാൻ തോറ്റത്, 5-ൽ. ആ 5-ാം ക്ലാസ്സിൽ ഇന്നത്തെ മലയാള പാഠാവലി ഒരു പാഠം ഞാൻ എഴുതിയ പാഠമാണ്, ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ള. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ വന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളാണ്. അല്ലാണ്ട് നമ്മൾ വേറെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളല്ല. നമ്മൾ മറ്റുള്ള ആളുകളായിട്ടുള്ള പെരുമാറ്റങ്ങൾ, കാര്യങ്ങൾ. കണ്ണൻ്റെ മന്മഥ ലീലാവിനോദങ്ങൾ സുന്ദരി വനറാണി അനുകരിച്ചു. അതൊക്കെ തന്നെ. ഇപ്പൊ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണോന്മുഖമാണെന്നൊരു ഭയമായിരുന്നു ആളുകൾക്ക് എല്ലാവർക്കും. അത് തിരുത്തി കുറിച്ചത് അതിൻ്റെ ഒരു മെയിൻ കാരണം താങ്കളാണ്, അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇത്തരം അനുഭവങ്ങൾ കൂടിയാണോ ഇപ്പൊ MP ആയതിനു ശേഷം മണ്ഡലത്തിൽ ആരോഗ്യരംഗത്ത് പല വികസന പ്രവർത്തനങ്ങൾക്കും വഴിവെച്ചത്? ഒരിക്കലും ഞാനൊരു MP ആവണം എന്ന് മോഹിച്ചിട്ടില്ല. ഞാൻ മോഹിച്ചതാണ് സിനിമാ നടനാവണം എന്നുള്ളത്. അമ്മയുടെ പ്രസിഡന്റ് ആവണമെന്ന് ഞാൻ മോഹിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? സിനിമാ നടനാവണം, അതായി. അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നത്. ആ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോഴാണ് മമ്മൂട്ടിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, പാർട്ടിയിൽ നിന്നും പറയുന്നു താനിവിടെ നിൽക്കണം ചാലക്കുടി മണ്ഡലത്തിൽ. അപ്പോൾ ചാലക്കുടി, അങ്കമാലി, ആലുവ, കൊടുങ്ങല്ലൂർ ഇങ്ങനെയുള്ളതെല്ലാം ചേർന്നതാണ് ഈ ചാലക്കുടി മണ്ഡലം. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ മകനോട് ഞാൻ ആലോചിച്ചു. അവൻ പറഞ്ഞു നമുക്ക് കാച്ചാം. അങ്ങനെയാണ് നമ്മൾ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ നിൽക്കുമ്പോഴും, ഇതിനു മുമ്പ് ഞാൻ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു പണ്ട്.
അപ്പോൾ അന്നിവിടെ മുനിസിപ്പൽ ഇലക്ഷൻ നിന്നിട്ട് ഞാൻ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. ഒരു ഭംഗിക്ക് വേണ്ടി നിന്ന ആളാണ്. സ്കൂളിലൊക്കെ ലീഡറായിട്ട് നിന്നതും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, രാജ്യം നന്നാക്കാനും സ്കൂൾ നന്നാക്കാനും അല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സമയമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് പക്വതയും പാകതയായി. അപ്പം ഞാൻ ആലോചിച്ചു 2 പ്രാവശ്യമാണ് എനിക്ക് ക്യാൻസർ വന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ഉള്ളൊരു കാര്യം, പുറത്തൊക്കെ ഫോറിനിൽ, അമേരിക്കയിലും എല്ലാ സ്ഥലങ്ങളിലും 10-35 വയസ്സായി കഴിഞ്ഞ സ്ത്രീകൾക്ക് സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസർ സാധാരണ വരും. തുടക്കമാണെങ്കിൽ അവർ ഓക്കെയാണ്, അതല്ലെങ്കിൽ കുഴപ്പമാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ ഞാൻ എന്തിനാണ് ആയത്, ഞാൻ MP ആയത്, ഞാൻ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫണ്ട് 5 കോടിയാണ് ഒരു വർഷം നമുക്ക് നിസ്സാര ഇതേ ഉള്ളൂ. അപ്പോൾ ആ പണം എടുത്തിട്ട് നേരത്തെ എന്തുകൊണ്ടങ്ങനെ തോന്നിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ അസുഖം തുടങ്ങുന്നു എന്ന് മനസ്സിലായി. വീട്ടിലുള്ളവർ നിർബന്ധിച്ചിട്ട് അവർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ എത്രയോ അമ്മമാർ, ചേച്ചിമാർ, സഹോദരിമാർ അവസാന അസുഖമായിട്ട് അവർ നമ്മളെ വിട്ടു പോവുകയാണ്. അപ്പോൾ അവരെയൊക്കെ തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ ഞാനല്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? അതിനല്ലേ ദൈവം 2 പ്രാവശ്യം എനിക്ക് ഈ അസുഖം തന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 5 സ്ഥലങ്ങളിൽ മാമോഗ്രാമിഷ് ഏകദേശം 70 ലക്ഷം രൂപയോളം വരും. 3 ചില്ലാനം കോടി, 4 കോടി രൂപ അതിന് തന്നെ ഞാൻ ചിലവാക്കി. ഡയാലിസിസ്, ഇന്നലെ ഡയാലിസിൻ്റെ 1000 പേർക്ക് ഡയാലിസിസ് ചെയ്തു, അതിൻ്റെ ഫങ്ഷനായിരുന്നു. ഈ 10-30 പേരെ മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 പേര് 3 പേരുടെ രോഗം കണ്ടുപിടിക്കുകയാണ്. അതോടുകൂടി അവർ ഓക്കെ ആയി, അവർ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ മനസ്സമാധാനം. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ചില ഇങ്ങനൊരു ഓർമ്മകൾ പലതും വരും. ഞാൻ ഇന്ന് എന്ത് ചെയ്തു, അതുപോലെ നമുക്ക് എന്ത് ചെയ്തു എന്ന്. അപ്പം നമുക്കൊരു മനസ്സുഖം, സംതൃപ്തി, അതൊക്കെ തന്നെ. അല്ല, ഇന്നസെൻറ്റിന് അങ്ങനത്തെ ഒരു പവറുള്ള ഒരു പാർട്ടിയാണ്. കാരണം വെച്ചാൽ ഒരു മോബിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുള്ള പാർട്ടിയാണ്. അത് സത്യസന്ധമായിട്ട് വെറും പ്രകടനം മാത്രം അല്ല, ഈ അമ്മ എന്ന് പറയുന്ന സംഘടന തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോയിരുന്നതും അതിൽ ഒരു കശപിശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതും ഇന്നസെൻ്റ് എന്നോട് പറഞ്ഞിട്ടോ, ഞാൻ അമ്മയിലെ മെമ്പറോ അമ്മയിലെ മെമ്പേഴ്സോ ആയിട്ടുള്ള സൗഹൃദങ്ങൾ പരിചയക്കാരൊക്കെ ഉണ്ടെന്ന് ഇതൊന്നും അന്വേഷിക്കാറില്ല. പുറത്തുനിന്ന് വീക്ഷിച്ചാൽ കൃത്യമായിട്ടറിയാം ഇന്നസെൻ്റ് നല്ലൊരു കഴിവുണ്ട്. അത് കാരണം കൊണ്ടാണ് മറ്റുള്ള പല നടന്മാരും ആ സ്ഥാനത്തേക്ക് വരാതെ ഇന്നസെൻറ്റിനെ തന്നെ വീണ്ടും വീണ്ടും അവരോധിക്കുന്നത്. പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇന്നസെൻറ്റിനുള്ള വേറെ ഒരു പ്രത്യേകത, ഒരിക്കലും ഇന്നസെൻറ്റിനെ അതായത് ഈ രാഷ്ട്രീയക്കാരുടെ പേരിൽ കേൾക്കാവുന്ന അഴിമതിയുടെ അംശം പോലും ഇന്നസെൻറ്റിന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം അറിയാം. സിനിമയിൽ ചാൻസ് ചോദിച്ചു നടക്കുന്ന സമയത്ത് പോലും ഞാനാണ് കൊണ്ടുവന്നെങ്കിലും എന്നെപ്പോലും ഒരു സിംഗിൾ പെനിക്ക് ഇന്നസെൻ്റ് ബുദ്ധിമുട്ടിച്ചല്ലേ, സഹിച്ചിട്ടേ ഉള്ളൂ. എന്താ ഇന്നസെൻ്റ് ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെയാണ് എന്നല്ലാണ്ട് അത് എന്തുകൊണ്ട് ആയിക്കൂടാന്ന് ചോദിച്ചാൽ വേണ്ട എന്നുള്ള നിലയ്ക്ക് നിന്നിട്ടുണ്ട്. അതൊക്കെ കാരണം കൊണ്ട് ഇന്നസെൻറ്റിന് ഒരുപാട് ആ കാണുന്ന വ്യക്തിയേക്കാൾ ഒരുപാട് ഉയർന്നൊരു വ്യക്തി ആണ് ഇന്നസെൻ്റ്. സിനിമയിൽ കഥ എഴുതിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്, പാട്ടും പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു പാട്ട്. സിനിമയിൽ 3 പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് പാടി എൻ്റെ ഒരു കാര്യം കൂടി അങ്ങോട്ട് പറയാം. ഞാൻ സിനിമയിൽ നമ്മളിൽ നിന്നും വിട്ടുപോയ നമ്മുടെ തൃശ്ശൂർ ജോൺസൺ അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ പാടുകയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും യേശുദാസ് പാടുന്നത് കണ്ടിട്ടുണ്ട്, ജയചന്ദ്രൻ, MG ശ്രീകുമാർ, ഇവരൊക്കെ പാടുമ്പോൾ ഒരു ടേക്കൊന്നുമല്ല, 3, 4, 5 ടേക്ക് വരെ ഉണ്ടായിട്ട് പാട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ പാട്ട് ആനച്ചന്തം ഗണപതി മേളച്ചന്തം എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞ വഴിക്ക് തന്നെ അത് ഓക്കെ പറഞ്ഞു. എനിക്കത് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞാൻ അവിടെ ജോൺസണോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. അപ്പോൾ യേശുദാസിനേക്കാളും ജയന്തനേക്കാളും ഒരു വലിയ ആളാണെന്നുള്ളത് എനിക്ക് അത്യാവശ്യം മനസ്സിലായി.
അങ്ങനെ തോന്നുന്നു തമാശ. വൈകുന്നേരം ഞാൻ ജോൺസനെ വിളിച്ചു. ജോൺസൺ, അതെന്താ ഒരു പ്രാവശ്യം എടുത്ത് ടേക്ക് ഓക്കെ, അത്രയും നന്നായി തോന്നിയോ? അപ്പോൾ ജോൺസൺ പറഞ്ഞു അത്രയും നന്നായി തോന്നിയെന്നല്ല, 100 പ്രാവശ്യം എടുത്താലും ഈ ക്വാളിറ്റി തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെ എന്തിനാണ് സെക്കൻഡ് ടേക്കും തേർഡ് ടേക്കും ഉണ്ടാക്കണം. അപ്പോൾ ഒരു നല്ല പാട്ടുകാരനല്ല. എന്തുകൊണ്ടോ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഒരു നടനൊക്കെ ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ആളുകൾക്ക് ഇഷ്ടം എന്ന് വരുമ്പോൾ നമ്മളെ കൊണ്ട് പാട്ടും പാടിപ്പിക്കും. അങ്ങനെ ഒരു കോമാളി വേഷം കെട്ടിന്നല്ലാണ്ട് എന്നാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ആനച്ചന്തം, പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, കുറുക്കു പെൺമണിയെ അതൊന്നും എനിക്ക് ഓർമ്മ രസിച്ചു. ഒരു പഴയ പാട്ട് ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ നൃത്തശാല, ശോഭന പരമേശ്വരൻ നായരും പ്രേംനസീറും ജയഭാരതിയാണ് ആ സീനിൽ അഭിനയിക്കുന്നത്. മദ്രാസിലാണ് അതിൻ്റെ ഷൂട്ടിംഗ്. അപ്പം ഞാൻ അവിടെ ഒരു ബാഗും പിടിച്ച് ലത്തീഫിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. പ്രേംനസീറും ജയഭാരതി ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാണാവോ ഇനി ഞാനും ജയഭാരതിയായിട്ട് അഭിനയിക്കേണ്ട വരിക എന്നൊക്കെ മനുഷ്യൻ പലതും ആഗ്രഹിക്കും. അപ്പോൾ അതിന് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇന്നിപ്പോഴും ഓർമ്മ യേശുദാസ് പാടിയ പാട്ടാണ്. വെറുതെ ഞാൻ 2 വരി. പൊൻവേൽ മണിക്കച്ച അഴിഞ്ഞു വീണു, സ്വർണ്ണ പീതാംബര ഉലഞ്ഞു വീണു, കണ്ണൻ്റെ മന്മഥ ലീലാവിനോദങ്ങൾ, സുന്ദരി വനറാണി അനുകരിച്ചു, സുന്ദരി വനറാണി അനുകരിച്ചു. സന്ധ്യയാം ഗോപസ്ത്രീതൻ മുഖം തൊടുത്തു, ചെന്തളി മെയ്യിൽ താര നഖമർന്നു, കണ്ണൻ്റെ മാറിലെ വനമാലയാകുവാൻ രാധികേ, രാധികേ ഇനിയും നീ ഒരുങ്ങിയില്ലേ, പൊൻവേൽ മണിക്കച്ച അഴിഞ്ഞു വീണു, സ്വർണ്ണ പീതാംബര മുലഞ്ഞു വീണു.